ഡൽഹിയിൽ വീണ്ടും ഒരു സമരത്തിന്റെ ഒരു അന്തരീക്ഷത്തിലേക്ക് എത്തിക്കാൻ വേണ്ടി പാർട്ടി പ്രവർത്തകർ രാജ്യതലസ്ഥാനത്ത് വീണ്ടും ഒത്തുകൂടുന്നു എന്ന വാർത്തയാണ് ഇപ്പോൾ പുറത്തേക്ക് വരുന്നത്. അതായത് CJP വീണ്ടും ഡൽഹിയിൽ ഒരു ശക്തമായ പ്രക്ഷോഭത്തിന് ഒരുങ്ങുന്നു എന്നാണ് ഇപ്പോൾ ലഭിക്കുന്ന സൂചനകൾ. സമരപരിപാടികളുടെ ഭാവി രേഖ തയ്യാറാക്കുന്നതിനായി പാർട്ടി നാളെ അടിയന്തര വർക്കിംഗ് കമ്മിറ്റി യോഗം വിളിച്ചു ചേർത്തിട്ടുണ്ട്. മുമ്പ് സമരം അവസാനിപ്പിക്കാൻ കേന്ദ്ര സർക്കാർ നൽകിയ വാഗ്ദാനങ്ങൾ പാലിക്കാതെ യുവാക്കളെ വഞ്ചിക്കുകയാണെന്നാണ് CJP ആരോപിക്കുന്നത്. കൂടാതെ പ്രതിഷേധക്കാർക്കെതിരായ FIR സമർപ്പിക്കാൻ സുപ്രീം കോടതി 3 തവണ ആവശ്യപ്പെട്ടിട്ടും സർക്കാർ തയ്യാറായിട്ടില്ലെന്നും അവർ ചൂണ്ടിക്കാട്ടുന്നു. കൂടാതെ ഇതിൽ പാർട്ടി പ്രവർത്തകർ പറയുന്ന ഒരു കാര്യം, ജൂലൈ 20-ന് പാർലമെന്റിൽ നടന്ന സമരം, അതായത് പാർലമെന്റിന്റെ പുറത്ത് നടന്ന സമരം, ഡൽഹിയിൽ നടന്ന സമരമൊക്കെ ഒരു കലാപമൊക്കെ അതിൽ മേലെടുത്തിട്ടുള്ള, അതായത് പാർട്ടി പ്രവർത്തകർക്ക് മേലെടുത്തിട്ടുള്ള കേസുകളെല്ലാം തന്നെ പിൻവലിക്കുമെന്നാണ് അന്ന് JP നഡ്ഡയും അതോടൊപ്പം തന്നെ ജിതേന്ദ്ര സിംഗും ഒക്കെ ഉറപ്പ് നൽകിയത്. പക്ഷേ അതൊന്നും തന്നെ കണ്ടില്ല എന്നാണ് പാർട്ടി പ്രവർത്തകർ പറയുന്നത്. അതിൽ കേന്ദ്ര സർക്കാർ മുന്നോട്ട് വെച്ച ഒരു പ്രധാനപ്പെട്ട കാര്യം, നിങ്ങൾ ഏതെങ്കിലും തരത്തിൽ ഒരു നീറ്റ് പരീക്ഷ എഴുതിയിട്ടുണ്ടെങ്കിൽ, അതായത് ഏതെങ്കിലും കാലയളവിൽ നിങ്ങൾ നീറ്റ് എക്സാം എഴുതിയിട്ടുണ്ടെങ്കിൽ അതിന്റെ ഒരു ഹോൾ ടിക്കറ്റോ അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട രേഖകളോ ഹാജരാക്കിയാൽ നിങ്ങളുടെ പേരിൽ ഡൽഹി പോലീസ് ഏതെങ്കിലും തരത്തിൽ കേസ് എടുത്തിട്ടുണ്ടെങ്കിൽ അത് പിൻവലിക്കുമെന്നുള്ള ഒരു നിർദ്ദേശമാണ് അന്ന് കേന്ദ്ര സർക്കാർ മുന്നോട്ട് വെച്ചത്. പക്ഷേ ഈ പാർട്ടി പ്രവർത്തകർ ആരും തന്നെ അന്ന് മെഡിക്കൽ എക്സാമിനേഷനോ അല്ലെങ്കിൽ നീറ്റുമായി ബന്ധപ്പെട്ട ഒരു പരീക്ഷയും എഴുതിയിട്ടില്ല, നീറ്റ് എക്സാം എഴുതിയിട്ടില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനം. അതുകൊണ്ട് തന്നെ ഇവരുടെ കേസുകളൊന്നും പിൻവലിക്കില്ല എന്ന നിലയിലേക്കാണ് കാര്യങ്ങൾ എത്തുന്നത്. കൂടാതെ നിലവിൽ ഇപ്പോൾ ഡൽഹിയിൽ 163 പ്രഖ്യാപിച്ചിരിക്കുകയാണ്. അതായത് നിരോധാജ്ഞ IPC സെക്ഷൻ 144 ഭാരതീയ ന്യായ സംഹിത പ്രകാരം സെക്ഷൻ 163 ഡൽഹിയിൽ ഇപ്പോൾ പ്രഖ്യാപിച്ചിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഡൽഹി ഇപ്പോൾ കനത്ത ജാഗ്രതയിലാണ്. ഇന്ന് ഡൽഹി പോലീസ് ഇറക്കിയ ഒരു ഉത്തരവുണ്ട്, ജന്തർ മന്ദിറിൽ ഇനി ഒരു തരത്തിലുമുള്ള സമരങ്ങളും ഒരു തരത്തിലുമുള്ള പ്രതിഷേധങ്ങളും നടത്താൻ സാധിക്കില്ല, അതിനൊരു വേദിയായിട്ട് ഇനി ജന്തർ മന്ദിറിൽ തരില്ല എന്നുള്ള ഒരു നീക്കമുണ്ട്. സാധാരണക്കാർക്ക് പ്രതിഷേധ പ്രകടനം നടത്തണമെങ്കിൽ രാംലീല മൈതാനത്ത് പോയി പ്രതിഷേധ പ്രകടനം നടത്തിക്കോ, ജന്തർ മന്ദിറിൽ ഒരു തരത്തിലുമുള്ള ഒരു പ്രതിഷേധ വേദിയാക്കാൻ പോലീസ് സമ്മതിക്കില്ല. അങ്ങനെ വന്നു കഴിഞ്ഞാൽ ശക്തമായ ഒരു നടപടി പോലീസിന്റെ ഭാഗത്തു നിന്നും ഉണ്ടാകും എന്നാണ് പറയുന്നത്. കൂടാതെ പലതരത്തിലുമുള്ള സമരങ്ങൾ ഇപ്പോൾ ഇൻസ്റ്റാഗ്രാം വഴി ഒരു സമര പേജുകൾ തന്നെ രൂപപ്പെടുന്ന ഒരു സാഹചര്യമുണ്ട്. അത് കൃത്യമായി തന്നെ ഡൽഹി പോലീസിന്റെ സൈബർ ടീം അത് കൃത്യമായി തന്നെ മോണിറ്ററിംഗ് ചെയ്യുന്നുണ്ട് എന്നതാണ് വിവരം. കാരണം ഡൽഹിയിൽ ഇപ്പോൾ ഒരു അതീവ ജാഗ്രത അല്ലെങ്കിൽ കനത്ത സുരക്ഷയാണ് ഡൽഹി ഇപ്പോൾ ഒരുക്കുന്നത്. കാരണം അടുത്ത മാസം സെപ്റ്റംബർ 10 ബ്രിക്സ് ഉച്ചകോടി ഡൽഹിയിൽ നടക്കുകയാണ്. അപ്പോൾ ലോക രാജ്യങ്ങളിൽ നിന്നടക്കം ഉള്ള ലോക രാഷ്ട്ര തലവന്മാർ, അതായത് പുടിൻ അടക്കം, ചൈന പ്രസിഡന്റ് അടക്കം, ബ്രസീൽ തലവനടക്കം ഡൽഹിയിലേക്ക് എത്തുന്നുണ്ട്. അപ്പോൾ ആ ഒരു സമയത്ത് ഡൽഹിയെ മൊത്തത്തിൽ ഒരു കലുഷിതമായ ഒരു അന്തരീക്ഷമായി ഒരുക്കുക എന്നുള്ള ഒരു നീക്കമാണ് ഡൽഹിയിൽ നടത്താനായിട്ട് ഇപ്പോൾ പാർട്ടി പ്രവർത്തകരും അതോടൊപ്പം തന്നെ ഇതിനുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന രാജ്യവിരുദ്ധരും ഒരു ശ്രമം നടത്തുന്നത്. കാരണം കുറച്ച് വർഷങ്ങൾക്ക് മുമ്പേ പുടിൻ ഡൽഹിയിലേക്ക് എത്തിയപ്പോഴാണ് ഈ എയർ ഇന്ത്യ വിമാനം വലിയ രീതിയിൽ ക്യാൻസൽ ചെയ്യുന്ന ഒരു സാഹചര്യം ഉണ്ടായത്. അതായത് ഓരോ ദിവസവും ഏകദേശം ഒരു 1000-2000-ഓളം എയർ ഇന്ത്യ സർവീസുകൾ ക്യാൻസൽ ചെയ്യുന്ന ഒരു സാഹചര്യം ഉണ്ടാകുന്നു. യാത്രക്കാർ വലിയ രീതിയിൽ ഒരു പരിഭ്രാന്തരായി അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ വിമാനത്താവളത്തിൽ കിടന്ന് ഓടുന്നതൊക്കെ കാഴ്ചകൾ അന്താരാഷ്ട്ര മാധ്യമങ്ങൾ വന്നിട്ടുണ്ട്. അതിന്റെ ഒരു പ്രധാനപ്പെട്ട ലക്ഷ്യം ഇന്ത്യയുടെ മുഖച്ഛായ ലോകരാജ്യങ്ങൾക്ക് മുന്നിൽ ഇടിച്ചു തകർക്കുക എന്നുള്ളതായിരുന്നു. 2025 അമേരിക്കൻ പ്രസിഡന്റ് ട്രംപ് ഡൽഹിയിലേക്ക് വന്ന സമയത്താണ് ഡൽഹിയിൽ ഒരു കലാപം, അതായത് പൗരത്വവുമായി ബന്ധപ്പെട്ട് CAA ബന്ധപ്പെട്ട ഒരു കലാപം ഡൽഹിയിൽ പൊട്ടിപ്പുറപ്പെട്ടത്. അതിന്റെ ഉദ്ദേശമാണ് മോദിയുടെ പ്രതിച്ഛായ അല്ലെങ്കിൽ കേന്ദ്ര സർക്കാരിന്റെ പ്രതിച്ഛായ, BJPയുടെ പ്രതിച്ഛായ ലോകരാജ്യങ്ങൾക്ക് മുമ്പാകെ ഇടിച്ചു താഴ്ത്തുക എന്നുള്ള പ്രധാനപ്പെട്ട ലക്ഷ്യം. അപ്പോൾ ആ ഒരു നിലയിലേക്ക് സെപ്റ്റംബർ 10 ബ്രിക്സ് ഉച്ചകോടി ഡൽഹിയിലേക്ക് നടക്കുമ്പോൾ സ്വാഭാവികമായി ദേശീയ മാധ്യമങ്ങളുടെയും അതോടൊപ്പം തന്നെ അന്താരാഷ്ട്ര മാധ്യമങ്ങളുടെയും കണ്ണുകൾ എന്തായാലും ഡൽഹിയിലേക്കായിരിക്കും. എന്താണ് ഒരു സുപ്രധാനമായ ഒരു നീക്കം നടക്കാൻ പോകുന്നത്? എന്നാലും ഈ ബ്രിക്സ് ഉച്ചകോടി നടക്കാൻ പാടില്ല എന്നുള്ളത് അമേരിക്കയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. കാരണം അമേരിക്ക ഈ ബ്രിക്സിൽ അംഗങ്ങളല്ല. അതുകൊണ്ട് തന്നെ ബ്രിക്സിൽ എന്താണ് ഒരു നിർണായകമായ ഒരു തീരുമാനം എടുക്കാൻ പോകുന്നത്, അതായത് ബ്രിക്സ് കറൻസിയോ അല്ലെങ്കിൽ ബ്രിക്സ് കോയിനോ അല്ലെങ്കിൽ ബ്രിക്സിൽ ഒരു നിർണായകമായ ഒരു തീരുമാനം എടുത്തു കഴിഞ്ഞാൽ അത് അമേരിക്കയെ സംബന്ധിച്ചിടത്തോളം വലിയൊരു കനത്ത തിരിച്ചടിയായി മാറും. അപ്പോൾ ബ്രിക്സ് നടക്കാതെ ഇരിക്കുക എന്നുള്ളത് അമേരിക്കയ്ക്കാണ് ഏറ്റവും വലിയൊരു പ്രധാനം. അതുകൊണ്ട് തന്നെ അതിനെ തകർക്കാൻ വേണ്ടിയാണ് ആ സമയം അടുക്കുന്ന ഒരു സമയത്ത് തന്നെ പാർട്ടി പ്രവർത്തകരെ വീണ്ടും ഡൽഹിയിലേക്ക് ഇറക്കാനായിട്ട് ഇതിന്റെ പിന്നിൽ പ്രവർത്തിക്കുന്ന ദുഷ്ടശക്തികൾ ഒരു ശ്രമം നടത്തുന്നത്. നിലവിൽ അതുകൂടാതെ ഇപ്പോൾ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്നലെ നിതിൻ നബീനുമായി ചർച്ച നടത്തി. ആ ചർച്ചയിലാണ് BJP ഭാരവാഹികളുമായി കൂടിക്കാഴ്ച നടത്തിയതിൽ അവർ പറയുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം, പാർട്ടി പ്രവർത്തകർ, അതായത് ഈ ജൻസികളുമായിട്ടൊക്കെ ഒരു നിർണായകമായ ഒരു ആശയവിനിമയം നമ്മൾ വയ്ക്കണം എന്നൊരു നീക്കം നടത്തുന്നുണ്ട്. കാരണം രാഹുൽ
രാഹുൽ ഗാന്ധി ഇപ്പോൾ ജൻസികളെ കയ്യിലെടുത്തുകൊണ്ടാണ് നമുക്ക് നേരെ ഒരു നീക്കം നടത്തുന്നത്. അപ്പോൾ അതിന്റെ ഒരു 2 സ്റ്റെപ്പ് മുന്നോട്ടെങ്കിലും നമ്മൾ പോകണം എന്നത് അത്യാവശ്യമാണ്. അതുകൊണ്ട് തന്നെ ഇനിയിപ്പോൾ കുറച്ച് ദിവസത്തിനകം കേന്ദ്ര മന്ത്രിസഭയിൽ ഒരു അടിയന്തരമായ ഒരു അഴിച്ചുപണി ഉണ്ടാകും. കാരണം പഞ്ചാബിലും ഉത്തർപ്രദേശിലൊക്കെ 2027 ഒരു നിയമസഭാ തെരഞ്ഞെടുപ്പ് നടക്കുന്നുണ്ട്. അപ്പോൾ അതിനു മുമ്പേ തന്നെ ഒരു നിർണായകമായ ഒരു അഴിച്ചുപണി മന്ത്രിസഭയിൽ നടക്കും. ആ സമയത്തൊക്കെ മന്ത്രിമാർക്ക് നൽകുന്ന ഒരു നിർദ്ദേശം എന്ന് പറയുന്നത് നിങ്ങൾ കൂടുതലായി നിങ്ങളുടെ സോഷ്യൽ മീഡിയ അക്കൗണ്ടുകൾ ആക്റ്റീവായിട്ട് നിർത്തിക്കൊണ്ട് ജൻസികളുമായ ഒരു ആശയവിനിമയം നടത്തുക. അവർ പങ്കെടുക്കുന്ന കോളേജുകൾ, അവർ പഠിക്കുന്ന കോളേജുകൾ അടക്കം പോയി നിങ്ങൾ ഓരോ പരിപാടികളും അറ്റൻഡ് ചെയ്യുക, അതിൽ കൂടുതൽ ഫോക്കസ് നൽകുക, ജൻസികളെ കയ്യിലെടുക്കാനുള്ള ഒരു നീക്കം നടത്തുക എന്നുള്ളതാണ് പറയുന്നത്. കൂടാതെ ജൻസികൾക്ക് എന്താണ് ആവശ്യമുള്ളത് അത് നമ്മൾ ഓരോ സംസ്ഥാനത്തും പോയി അവിടുത്തെ ജൻസികൾക്ക് വേണ്ടി ഓരോ പദ്ധതികൾ കൊണ്ടുവരിക എന്നുള്ള ഒരു നിർണായകമായ ഒരു നീക്കം കൂടി കേന്ദ്ര സർക്കാരിന്റെ ഭാഗത്തു നിന്നും ഉണ്ട് എന്നതാണ് ഏറ്റവും പ്രധാനം.